ചേട്ടാ പാലക്കാടേ എന്റെ പൊന്നെ എവിടെ ക്യാമറ എന്താട്ടാ? പാലക്കാട് നമ്മുടെ രമേഷ് പിഷാരടി ഇലക്ഷൻ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞോ? അറിഞ്ഞു. ആള് ജയിക്കോ? രമേഷ് പിഷാരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നല്ലൊരു കലാകാരനാണ്. ഉള്ള അവതരണം കൊള്ളാം, മിമിക്രി കൊള്ളാം. ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ള ആളാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയാലോ അഭിലാഷാട്ടെ. ഞാൻ പണ്ട് ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ബസ്സിലൊക്കെ. ഗുഡ് ലക്ക് വിഷൻ എന്ന് പറഞ്ഞു അഭിലാഷാട്ടെ സുമേഷ് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു ബസ്സിൽ. അങ്ങേരെ ഒരു ദിവസം മൂവാറ്റിൽ നിന്ന് തൊടുപുഴയ്ക്ക് കയറിയപ്പോൾ ആ സ്റ്റിക്കർ കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ് രമേഷ് പിഷാരടിയും താരങ്ങളിൽ പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ കോട്ടൺ എസ്സർക്ക് അവരെ കൈയടിച്ചാൽ അപ്പോൾ എന്നെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, അയാൾ നല്ലൊരു നടനാണ്, നല്ലൊരു ആക്ടറാണ്. എന്തായാലും അവിടെ അദ്ദേഹം വിജയിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. മനസ്സിലായോ? അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പല പല കാര്യങ്ങളും കിട്ടും. പാലക്കാടിന് പല കാര്യങ്ങളും കിട്ടും അല്ലേ? അയാൾ കുറെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അതെല്ലാം കിട്ടും. അതുകൊണ്ട് പക്ഷെ ഓപ്പോസിറ്റ് ശോഭാ സുരേന്ദ്രൻ നല്ല കട്ടക്കാണ് ബി.ജെ.പിയുടെ. ആണ് എങ്കിലും നമ്മൾ പറയാമല്ലോ. ഇപ്പം നിങ്ങൾ ചോദിച്ചത് നമ്മുടെ പിഷാരടി ചേട്ടനെ കുറിച്ചല്ലേ പറഞ്ഞത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിഷാരടി ചേട്ടനെ കുറിച്ച് പറഞ്ഞത്. എന്തായാലും പിഷാരടി ചേട്ടൻ ജയിച്ചിരിക്കും. കാരണം ഇത് എൻ്റെ വാക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാക്ക് വെറുമാക്കല്ല. പിഷാരടി ചേട്ടൻ ജയിച്ചിരിക്കും. കാരണം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. മനസ്സിലായി? അദ്ദേഹത്തെ കോമാളി എന്നൊക്കെ പറഞ്ഞ് തോമസ് ഐസക് പറഞ്ഞായിരുന്നു. അതായത് ഈ മിമിക്രിക്കാരൊക്കെ കോമാളികളാണെന്നുള്ള. മിമിക്രിക്കാർ ഒരിക്കലും കോമാളികളല്ല, അവർ സീരിയസ് ആണ്. കോമാളിത്തരം കാണിക്കുന്നതാണ് അവർ. ജനങ്ങളെ ചിരിപ്പിക്കണ്ടേ. ഇക്കിളി കൂട്ടിയാൽ ചിരിക്കുമോ? ചിരിക്കത്തില്ല. അതുകൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി പുള്ളി കാണിക്കുക, അല്ലാണ്ട് കോമാളിയൊന്നുമല്ല. പക്ഷെ പുള്ളി കോമാളിത്തരം മാറ്റും. എന്താ കാര്യം എന്ന് പറയുക, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇനി കോമാളിത്തരം ഉണ്ടാവില്ല. പുള്ളിയുടെ നിന്ന് ഇനി ഒരു കോമാളിത്തരം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇദ്ദേഹത്തെ ധൈര്യമായിട്ട് വിജയിപ്പിച്ചോ. നിങ്ങൾക്ക് ഒരു പൊൻതൂവലാണ് ഞാൻ തരുന്നത്. രമേഷ് പിഷാരടിക്ക് ഒരു വോട്ടുകൾ നൽകി നിങ്ങൾ വിജയിപ്പിക്കുക. നിങ്ങൾക്കൊരു പൊൻതൂവൽ തരുവാണ്. ഓക്കെ. എന്നാലും നിങ്ങൾ ഈ സമയത്ത് വിളിച്ചു അല്ലേ? പമ്മി പോണ സമയത്തൊക്കെ വിളിക്കല്ലേ കേട്ടോ. ക്യാമറ മാറ്റോ. ക്യാമറ മാറ്റോ.